പ്രീ പ്രൈമറി വിഭാഗത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ സമീപനം പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ദുരിതത്തിലായത് പ്രധാനാധ്യാപകരും PTA-യുമാണ്. ഒരു സ്കൂളിലെ 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനും ജീവനക്കാരുടെ ഓണറേറിയത്തിനും ആവശ്യമായ തുക സർക്കാർ നൽകുമ്പോൾ അതേ സ്കൂളിലെ തന്നെ പ്രീ പ്രൈമറി വിഭാഗത്തെ ഇതൊന്നും നൽകാതെ തഴയുകയാണ്. 2012 വരെയുള്ളതും അതിനുശേഷമുള്ളതും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് നിലവിൽ പ്രീ പ്രൈമറിയിലുള്ളത്. 2012 വരെയുള്ള അധ്യാപകർക്കും ആയമാർക്കും കുറഞ്ഞത് 12,000, 7,000 എന്നിങ്ങനെ ക്രമത്തിൽ ഓണറേറിയം സർക്കാർ നൽകുന്നുണ്ട്. ഈ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി പ്രത്യേക തുകയും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ 2012 ശേഷം ആരംഭിച്ചിട്ടുള്ള പ്രീ പ്രൈമറി സ്കൂളുകളിലാകട്ടെ സർക്കാരിൻ്റെ സഹായങ്ങളൊന്നുമില്ല. PTA നൽകുന്ന ചെറിയ വേതനം മാത്രമാണ് അധ്യാപകർക്കും ആയമാർക്കുമുള്ളത്. കുട്ടികൾക്കാകട്ടെ ഉച്ചഭക്ഷണത്തിനുള്ള തുകയുമില്ല. 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സർക്കാർ സൗജന്യമായി നൽകുന്ന ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് ഇവർക്കുള്ള വിഹിതം കണ്ടെത്തുന്നത്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്താൽ ഒരു സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുക 3,000 രൂപ, 1,500 രൂപ മുതൽ 5,000 രൂപ വരെയാണ്. ഇന്ന് ഈ കാശ് കിട്ടുന്നതുകൊണ്ട് എങ്ങനെ ഒരു ടീച്ചറിൻ്റെ ജീവിതം മുന്നോട്ട് പോകും? അവിടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല. മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പിന്നെ സ്കൂളിലെ HM, PTA ഇങ്ങനെയുള്ള ആളുകളൊക്കെ എടുക്കുന്ന പൈസ അവർ സമൂഹത്തിൻ്റെ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രീ പ്രൈമറി കുഞ്ഞുങ്ങൾ. അങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ പ്രീ പ്രൈമറി ടീച്ചർമാരെ നമുക്ക് സങ്കടം വരും. പക്ഷേ അതിൻ്റെ ബാധ്യത ഈ അധിക ചിലവ് ഏൽക്കേണ്ടി വരുന്നത് പ്രധാന അധ്യാപിക PTA-യുമാണ്. അപ്പോൾ അതാണ് സർക്കാർ വിചാരിച്ച് ഇതിനൊരു പരിഹാരം കാണേണ്ടത്. 2012 ശേഷമുള്ള പ്രീ പ്രൈമറി വിഭാഗത്തിന് സർക്കാർ അംഗീകാരമില്ലാത്തതാണ് പ്രധാന തിരിച്ചടി. ഇതുമൂലം പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു നടപ്പാക്കുന്നതിനും അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതിനും പണം കണ്ടെത്താനാകാത്ത സ്ഥിതിയാണ്. ഇവരെ സംബന്ധിച്ച് പുതുക്കിയ മെനു വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കും. പ്രധാന അധ്യാപകരും PTA-യും ചേർന്ന് പിരിച്ചോ കുട്ടികളുടെ ഫീസിൽ നിന്നോ ആണ് അധിക തുക കണ്ടെത്താറുള്ളത്. പ്രീ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികൾ അതേ സ്കൂളിൽ തന്നെ 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നതാണ് പതിവ് രീതി. അതിനാൽ തന്നെ ഈ വിഭാഗത്തെ സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കാനും കഴിയില്ല. വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സമരങ്ങൾ പലത് ചെയ്തുമെടുത്തിട്ടും സർക്കാർ ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇവരുടെ ആക്ഷേപം. അമൃത ന്യൂസ്, ആലപ്പുഴ.